മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 85-ാം സങ്കീർത്തനം 12-ാം തിരുവാക്യം. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവിക നന്മകൾ നമ്മോട് ഏറ്റുപറയുകയാണ്. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമുക്ക് വേണ്ട സകല നന്മകളും കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഇത് അത്ഭുതത്തിൻ്റെയും കൃപയുടെയും സമയമാണ്. ആയിരിക്കുന്നിടത്തൊരു നിമിഷം നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേക നന്മകളാൽ നമ്മളെല്ലാം ജ്വലിക്കപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സ്വർഗീയമായ സകല നന്മകളാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ഉറവായി വിശ്വസിച്ച് പാടുക എല്ലാവരും. കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഹൃദയത്തിലേക്ക് ദൂതേറ്റെടുത്ത് എല്ലാവരും കരമടിച്ച് പാടുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. സ്വർഗത്തിന്റെ വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയഭാരത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജ്ഞാനം നൽകണമേ. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ദൈവസ്നേഹത്തിന്റെ താക്കീതുകൾ തിരിച്ചറിഞ്ഞ് അനുദപിക്കുവാനും മനസ്സാന്തരപ്പെടുവാനുമുള്ള ദൈവികാഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ചേർത്ത് പാടാം. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ഹല്ലേലൂയ. കർത്താവേ പകരുക, അഭിഷേകം പകരുക, ജ്ഞാനം പകരുക, മാനസാന്തര കൃപകൾ പകരുക. കർത്താവിൻ വരവാഗതമായി, കർത്താവിൻ വരവാഗതമായി. കരങ്ങൾ താഴ്ത്തിയടിച്ച് പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ ഈ വേദന ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവമക്കളെ ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, തിരുസഭയുടെ ഉണർവിന് വേണ്ടി, നശിക്കുന്ന ഓരാത്മാവിന് വേണ്ടി നിലവിളിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ വർഷിക്കണമേ, കൃപ പകരണമേ. നശിക്കുന്ന ആത്മാക്കളുടെ മേൽ കർത്താവേ കരുണയുടെ തീമഴ പെയ്യിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, മാനസാന്തരത്തിന്റെ ആത്മാവായി, അനുതാപത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. പാപക്കെട്ടുകൾ പൊട്ടട്ടെ. ജനീകതയുടെ, സുഖലോലുപതയുടെ, ആസക്തികളുടെ, ജീവിത വ്യഗ്രതയുടെ, ലോകമോഹങ്ങളുടെ സകല ബന്ധന കെട്ടുകളും യേശു നാമത്തിൽ, യേശു രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ കുരിശിലെ വിരലന്തമായ യോഗ്യതകളാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സാത്താൻ കെട്ടിവെച്ച കെട്ടുകളെ പൊട്ടട്ടെ. ജീവിതങ്ങള്, കുടുംബങ്ങള്, തലമുറകള്, സമൂഹങ്ങള്, ദേശാന്തരങ്ങള് സ്വതന്ത്രമാക്കപ്പെടട്ടെ. ബ്ലസ്, ബ്ലസ് ലോർഡ്. ഒന്ന് കർത്താവേ, കരങ്ങൾ ഉയർത്തി അങ്ങയുടെ ജനത്തെ ആശീർവദിക്കണമേ. മാനസാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ആത്മാവിനാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. സ്വർഗത്തിന്റെ ദൂതുകളാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ബ്ലസ്, ബ്ലസ് ലോർഡ്. നന്ദി, നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മേ, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വളരെ പ്രാധാന്യതയുള്ള, ആനുകാലിക പ്രസക്തിയുള്ള തിരുവചന സന്ദേശമാണ് ഇന്ന് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ഫാത്തിമയിൽ നമ്മുടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 100ാം വാർഷികാഘോഷം സാർവത്രിക സഭയിൽ കൊണ്ടാടുകയാണ്. നമ്മുടെ ഈ കാലഘട്ടവുമായി ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് ഒരുപാട് ബന്ധമുണ്ട്. ക്രിസ്തു സംഭവം കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ മഹത്തായ സംഭവങ്ങളിൽ ഒന്നാണ് ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടത്. കാലം ഇത്രയേറെ പിന്നിട്ടിട്ടും ഫാത്തിമയിലൂടെ സ്വർഗം നമുക്ക് നൽകിയ സന്ദേശങ്ങൾ ഇന്ന് ലോകം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. ഇത് ദുഃഖകരമായൊരു സത്യമാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൂടെ കൂടെ പറയുന്നൊരു വാക്കാണ്, മറിയത്തിന്റെ വാക്കുകൾ മറിയത്തിന്റെ സ്വന്തമല്ല, അത് സ്വർഗത്തിന്റെ വാക്കുകളാണ്. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓരോ സന്ദേശവും അത് സ്വർഗത്തിന്റെ ദൂതകളാണ്, ത്രിയേക ദൈവത്തിന്റെ സന്ദേശങ്ങളാണ്. വെളിപാടിന്റെ പുസ്തകം 12ാം അധ്യായം 1ാം തിരുവാക്യം, സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ സ്ത്രീ ആരാണ്? അത് പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ അമ്മ പലപ്പോഴും ഫാത്തിമയിൽ ദൈവം തെരഞ്ഞെടുത്ത ആ 3 ഇടയ കുഞ്ഞുങ്ങളിൽ പ്രധാനിയായിരുന്നു ലൂസി. ഈ അടുത്ത നാളുകളിലാണ് ലൂസി ലോകം വിട്ട് തന്റെ നിത്യഭവനത്തിലേക്ക് യാത്രയായത്. ശിശു ലൂസി മരിക്കണേക്കാൾ തൊട്ടു മുൻപ് പരിശുദ്ധ അമ്മ പറഞ്ഞു, വെളിപാടിലെ സ്ത്രീ ഞാൻ തന്നെയാണ്, വെളിപാടിലെ കന്യക അത് ഞാൻ തന്നെയാണ്. ഇതിനെക്കുറിച്ച് പല ദൈവശാസ്ത്ര വശങ്ങളുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, വെളിപാടിലെ കന്യക അത് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവ് തന്നെയാണ്.
ഈ കാലഘട്ടത്തിൽ ഫാത്തിമ സന്ദേശങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. സഭാമക്കളായ നമ്മിൽ അനേകര്, ഇന്ന് ജനലക്ഷങ്ങള് ഫാത്തിമയിൽ പരിശുദ്ധ മറിയത്തിനോട് നൽകപ്പെട്ട സന്ദേശങ്ങളെ കുറിച്ച് ഇന്നും അജ്ഞരാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നൽകുന്ന സന്ദേശങ്ങളെ പ്രസക്തി മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനും അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ച് ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഈ കാലഘട്ടത്തിലെ ദൈവജനം തയ്യാറാകണം. പ്രതിസന്ധികളുടെയും മാറ്റങ്ങളുടെയും ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ലോകത്തിന്റെ ഏത് ദിക്കിലേക്ക് നമ്മൾ നോക്കിയാലും ഇന്ന് വളരെ കലുഷിതമായ ഒരവസ്ഥയിലാണ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനേകമിടങ്ങളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ, സാമ്പത്തിക മേഖലകളിൽ, സാമൂഹിക തലത്തിൽ, എന്നു വേണ്ട എന്തിന് ആത്മീയ മണ്ഡലങ്ങളിലും വലിയ മാറ്റത്തിന്റെ കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വരാൻ പോകുന്ന ഒരു ആത്മീയ ഉണർവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിലൂടെയെല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വീണ്ടും പറയുന്നു, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മനുഷ്യവർഗത്തോട് സംസാരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമം പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ട് തന്നെ ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായി ഇന്ന് ധ്യാനിക്കുവാനായി പോകുന്നത് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച സന്ദേശങ്ങളെക്കുറിച്ചാണ്. ഇത് നമ്മളെല്ലാവരും അറിയണം. കാരണം അത്രയും പ്രാധാന്യമേറിയതാണ് ഫാത്തിമ സന്ദേശങ്ങൾ. നമുക്കറിയാം, ഈ സന്ദേശങ്ങൾക്ക് വേണ്ടി സ്വർഗം തെരഞ്ഞെടുത്തത് സാധാരണ കുഞ്ഞുങ്ങളായ 3 ഇടയ കുട്ടികളെയാണ്. ജസീന്ത, ലൂസി, ഫ്രാൻസിസ്. 1916 സിസ്റ്റർ ലൂസി പറയുന്നുണ്ട്, ഒരു വസന്തകാലത്ത് അവർ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ 3 കുഞ്ഞുങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് മരച്ചില്ലകളിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നതായി ഈ കുഞ്ഞുങ്ങൾ കാണുകയാണ്. അവസാനം ഈ പ്രകാശം ഒരു മനുഷ്യരൂപമായി രൂപപ്പെടുകയാണ്. ആ മനുഷ്യൻ അവരോട് സംസാരിച്ചു, മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ സമാധാനത്തിൻ്റെ ദൂതനാണ്. നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ആ ദൈവദൂതൻ മനോഹരമായൊരു പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടിയും അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ദൈവദൂതനോട് ചേർന്ന് ഈ 3 കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് തൊട്ടു മുൻപായി കർത്താവ് ദൈവദൂതനിലൂടെ ആ കുഞ്ഞുങ്ങളെ സ്വർഗത്തിന്റെ സന്ദേശങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു. ആയതിനാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന തിരുവചന സന്ദേശം മറിയം സ്വർഗത്തിന്റെ ശബ്ദം. മറിയം സ്വർഗത്തിന്റെ ശബ്ദം. ദൈവദൂതന്റെ ഈ 1-ാം പ്രത്യക്ഷീകരണത്തിൽ പ്രാർത്ഥനയുടെ വലിയ ശക്തി ഈ ദൂതനിലൂടെ കർത്താവ് ഈ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വീണ്ടും ഒരു മധ്യവേനൽക്കാലത്ത് ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ ദൈവദൂതന്റെ ദർശനം ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയാണ്. 2-ാം പ്രാവശ്യത്തെ ദർശനത്തിൽ സഹനത്തിന്റെ രക്ഷാകര മൂല്യത്തെക്കുറിച്ച്, സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് തങ്ങളെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച്
ഈ ദൂതൻ ഈ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ദൈവദൂതൻ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, വളരെയധികം പ്രാർത്ഥിക്കുക, പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകള് യേശുവിന്റെ ദൃഢഹൃദയത്തിനും മറിയത്തിന്റെ വിമല ഹൃദയത്തിനും വളരെ ആനന്ദകരമാണ്. മക്കളെ, പ്രേ പ്രേ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ലൂസി ദൈവദൂതനോട് ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകളും സഹനങ്ങളും ബലിയായി സമർപ്പിക്കേണ്ടത്? ഈ ചോദ്യത്തിന് മറുപടിയായി ദൈവദൂതൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ബലിയാക്കി മാറ്റുക. അവയെല്ലാം പാപം വഴി അവിടുത്തെ വേദനിപ്പിക്കുന്നതിന് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിനായി സമർപ്പിക്കുക. ഈ വിധത്തിൽ നിങ്ങളുടെ രാജ്യത്തിലേക്ക് സമാധാനം കൊണ്ടുവരിക. ഞാൻ നിങ്ങളുടെ രാജ്യത്തിന്റെ മാലാഖയാണ്, പോർച്ചുഗലിന്റെ മാലാഖ. എല്ലാറ്റിനും ഉപരി നമ്മുടെ കർത്താവ് നൽകുന്ന വേദനകൾ വിധേയത്വത്തോടെ സ്വീകരിക്കുകയും സഹിക്കുകയും ചെയ്യുക. എത്ര അർത്ഥവത്താണ് ദൈവദൂതന്റെ വാക്കുകൾ! ഓരോ പ്രാർത്ഥനയും ബലിയായി കർത്താവിനെ സമർപ്പിക്കുക. ഓരോ രാജ്യത്തിനും കർത്താവ് ഓരോ ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പോർച്ചുഗലിന്റെ മാലാഖയായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ ദൈവിക ദൂതകൾ അവരെ അറിയിച്ചത്. വീണ്ടും മൂന്നാം പ്രാവശ്യവും കർത്താവിന്റെ ദൂതൻ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ മൂന്നാം പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ കുർബാനയുടെ അത്ഭുത ശക്തിയെക്കുറിച്ച് ഈ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ദൈവദൂതൻ ലൂസിക്ക് ഈശോയുടെ ശരീരവും ജെസീന്തയ്ക്കും ഫ്രാൻസിസിനും ഈശോയുടെ തിരുരക്തവും കൊടുക്കുകയാണ്. തുടർന്ന് ഇപ്രകാരമുള്ള ഒരു മനോഹരമായ പ്രാർത്ഥന ദൈവദൂതൻ അവരെ പഠിപ്പിച്ചു. ലോകത്തിലെ എല്ലാ സക്രാരികളിലും സന്നിഹിതനായിരിക്കുന്ന ഈശോ മിശിഹായുടെ തിരുശരീരത്തോടും തിരുരക്തത്തോടും ദിവ്യമുഖത്തോടുമുള്ള അനാദരവുകൾക്കും അതിക്രമങ്ങൾക്കും ദൈവദോഷപരമായ സമീപനങ്ങൾക്കും നിസ്സംഗതയ്ക്കുമെതിരായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞാൻ അത്യാദരപൂർവ്വം അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെയും അങ്ങയുടെ ദിവ്യമാതാവിന്റെ വിമല ഹൃദയത്തിന്റെയും അനന്ത യോഗ്യതകളെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മനോഹരമായ പ്രാർത്ഥന ദൈവദൂതൻ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ 3 പ്രാവശ്യം ദൈവദൂതന്റെ സന്ദർശനത്തിലൂടെ ഈ 3 കുഞ്ഞുങ്ങളെ സ്വർഗത്തിന്റെ കൂടുതൽ സന്ദേശങ്ങൾക്കായി കർത്താവ് ഒരുക്കുകയായിരുന്നു. 1917 മെയ് മാസം 13-ാം തീയതി ജസീന്ത, ലൂസി, ഫ്രാൻസിസ് ഈ 3 ഇടയ കുഞ്ഞുങ്ങള് ഫാത്തിമയിലെ കൊവാദ ഈരിയ എന്ന് പറയുന്ന ആ കുന്നിൻ ചെരുവിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വലിയ ഇടിമിന്നൽ, വലിയൊരു മിന്നലൊളി വരികയാണ്. ഈ കുഞ്ഞുങ്ങൾ വിളിച്ചു പറഞ്ഞു, വലിയ കാറ്റും പേമാരിയൊക്കെ ഉണ്ടാവാൻ പോവാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ ആടുകളുമായി പോകുന്ന സമയത്ത് കുന്നിൻ ചെരുവിന്റെ പകുതി പിന്നിട്ട് ഓക്ക് വൃക്ഷത്തിന്റെ അരികിലെത്തിയപ്പോൾ ഒരു വലിയ പ്രകാശധാര ആ ഓക്കുമരത്തിൽ അവർ കാണുകയാണ്. അതിസുന്ദരിയായ ഒരു സ്ത്രീ രൂപം ആ പ്രകാശധാരയിൽ ആ 3 കുഞ്ഞുങ്ങൾ കാണുകയാണ്. അവർ പെട്ടെന്ന് ഭയമുള്ളവരായി. എന്നാൽ ആ സ്ത്രീ രൂപം ആ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഒരു വിധത്തിലും ഉപദ്രവിക്കുകയില്ല. വളരെ ആശ്വാസദായകമായ മാതൃസഹജമായ ആ വാക്കുകള് ഈ കുഞ്ഞുങ്ങൾ കേൾക്കുകയാണ്. ഉടനെ ലൂസി ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഉടനെ ആ സ്ത്രീ രൂപം ആ കുഞ്ഞുങ്ങളോട് പറയും, ഞാൻ സ്വർഗത്തിൽ നിന്നുമാണ് വരുന്നത്. ഇത് കേട്ട ഉടനെ ലൂസി ഒരു കൊച്ചു കുഞ്ഞ് നിഷ്കളങ്കതയോടെ, ഈ നിഷ്കളങ്കതയാണ് പരിശുദ്ധ അമ്മ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഒരു കൊച്ചു കുഞ്ഞിന് നിഷ്കളങ്കതയോടെ അമ്മയെ സ്നേഹിക്കുവാൻ, അമ്മ പറയുന്ന വാക്കുകളെ അനുസരിക്കുവാൻ, അമ്മയുടെ സന്ദേശങ്ങളോട് പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം.
ലൂസി ചോദിക്കും, ഞാൻ സ്വർഗത്തിൽ പോകുമോ? ഉടനെ പരിശുദ്ധ മറിയം ലൂസിയോട് പറയും, മകളെ, നീ സ്വർഗത്തിൽ പോകും. ഉടനെ ലൂസി തന്നോടൊപ്പം ഉണ്ടായിരുന്ന ജസീന്തയുടെയും ഫ്രാൻസിസിന്റെയും കാര്യം താൻ കണ്ട സ്ത്രീരൂപത്തോട് ചോദിക്കുകയാണ്. ജസീന്ത സ്വർഗത്തിൽ പോകുമോ? അമ്മ പറയും, ജസീന്തയും സ്വർഗത്തിൽ പോകും. ഫ്രാൻസിസ്കോ സ്വർഗത്തിൽ പോകുമോ? അമ്മ പറയും, ഫ്രാൻസിസ്കോയും സ്വർഗത്തിൽ പോകും. ഈ സമയത്ത് ലൂസി ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ അമ്മ ആ കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ, അടുത്ത 6 മാസങ്ങളിൽ ഇതേ തീയതിയിൽ ഇതേ സമയത്ത് നിങ്ങൾ ഇവിടെ വരണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഇത് പറഞ്ഞ് പരിശുദ്ധ അമ്മ ആ 3 കുഞ്ഞുങ്ങളുടെ പ്രകാരം പറഞ്ഞു, ദൈവം നിങ്ങൾക്കായി അയക്കുന്ന കുരിശുകളെല്ലാം മനുഷ്യരുടെ നിരവധി പാപങ്ങൾ മൂലം നല്ല കർത്താവ് ദ്രോഹിക്കപ്പെടുന്നതിന് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിനുമായും സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? പരിശുദ്ധ അമ്മ ചോദിച്ചത് വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ്. കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങൾ, കുരിശുകള് ലോകത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി, നശിക്കുന്ന ആത്മാക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ മക്കളെ നിങ്ങൾ തയ്യാറാണോ? പരിത്യാഗത്തിന് ജീവിതം നയിക്കുവാൻ മക്കളെ നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? ആ കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങൾ തയ്യാറാണ്. ഈ സമയത്ത് അമ്മ അവരോട് പറയും, മക്കളെ, നിങ്ങൾ ഇതിനെ പ്രതി ഒരുപാട് സഹിക്കേണ്ടി വരും. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിന്റെ തിരുഹിതം ആരൊക്കെ നിറവേറ്റുവാൻ അവരെ തന്നെ കർത്താവിനായി സമർപ്പിക്കുന്നുവോ അവർക്കെല്ലാം ഒരുപാട് സഹനങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. എന്നാൽ ആ സഹനങ്ങളിലെല്ലാം കർത്താവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിക്കും. പരിശുദ്ധ അമ്മ ഇത് തന്നെയാണ് പറഞ്ഞത്, മക്കളെ, എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും, എന്നാൽ ദൈവകൃപ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളെ ശക്തിപ്പെടുത്തും. ഇത് പറഞ്ഞ പരിശുദ്ധ അമ്മ പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ ജപമാല പ്രാർത്ഥനയുടെ ശക്തി ആ കുഞ്ഞുങ്ങളെ സ്വർഗം പരിശുദ്ധ മറിയത്തോട് അറിയിക്കുകയാണ്. ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, മക്കളെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി, യുദ്ധം അവസാനിക്കാൻ വേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ പരിത്യാഗത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒക്ടോബർ മാസം ഇത് ജപമാല മാസമാണ്. സാർവത്രിക സഭ ജപമാല മാസമായി ഈ മാസം ആചരിക്കുകയാണ്. തിരുസഭയിൽ വലിയൊരു വിശുദ്ധനായ ഡൊമിനിക്, ഒരു ദിവസം വിശുദ്ധ ഡൊമിനിക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഡെലിവറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേകം വ്യക്തികളിൽ നിന്ന് പിശാചുകൾ ഒഴിപ്പിക്കുന്ന ഡെലിവറൻസ് മിനിസ്ട്രി. ഈ സമയത്ത് കൂട്ട നിലവിളിയോടെ പിശാചുകൾ വിട്ടുപോകുന്ന സമയത്ത് ഈ പിശാചുകളെല്ലാം ഒരേ സ്വരത്തിൽ വിളിച്ചു പറയും, ഞങ്ങൾ നിർബന്ധിതരാകുന്നത് കൊണ്ട് പറയുകയാണ്, ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ഇമോഷണൽ ആക്കാൻ ഞാൻ പറയല്ല. ആ പിശാചുകളെല്ലാം ഒരേ സ്ഥലത്ത് വിളിച്ചു പറയും, എല്ലാ ദിവസവും വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകില്ല. എന്താ കാരണം? പരിശുദ്ധ മറിയം ഈ ആത്മാക്കളെ എല്ലാം ദൈവത്തിന്റെ കരുണയിലേക്കും ഇവർ അനുതാപത്തിലേക്കും യേശു നൽകുന്ന പാപമോചനത്തിലേക്കും നയിക്കുവാനായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. എത്ര വലിയ പവർഫുള്ളാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഫാത്തിമയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട 1ാം പ്രത്യക്ഷീകരണത്തിൽ ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യവും ജപമാല പ്രാർത്ഥനയുടെ ശക്തിയും ആ കുഞ്ഞുങ്ങളെ പരിശുദ്ധമ്മ പഠിപ്പിക്കുകയാണ്. തുറന്നുള്ള സന്ദേശങ്ങൾ അടുത്ത ആഴ്ചകളിൽ നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം. നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് അനേകരോട് പങ്കുവെക്കണം. ഫാത്തിമ സന്ദേശങ്ങൾ എല്ലാ ജനഹൃദയങ്ങളിലേക്ക് എത്തണം. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ ഒരുക്കുവാനും അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കുവാനും പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാനുമുള്ള ഒരു തീരുമാനത്തോടെ നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച്
അനേകരുടെ പങ്കുവെക്കുക. അത് ദൈവമഹത്വത്തിന് കാരണമാകട്ടെ. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിറയപ്പെടുവാൻ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ നിറയപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിന് എല്ലാ മണ്ഡലങ്ങളിലും അമ്മയുടെ സാന്നിധ്യം അഭിഷേകമായി നിറയപ്പെടുവാൻ സ്വർഗത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. സ്നേഹത്തോടെ ഏറ്റു പറഞ്ഞേ, ആവേ ആവേ അമ്മേ 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 അമലേ അമലേ. പോരാ പോരാ, എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ, ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. അമലേ അമലേ മരിയേ. പരിശുദ്ധ മറിയത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ആ സ്വർഗീയ ദൂതുകളിൽ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, വിശുദ്ധീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. താങ്ക് യു ജീസസ്. കർത്താവ് നൽകിയ ഈ ദൂതുകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധ കുർബാനയായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. മറിയം സ്വർഗത്തിന്റെ ശബ്ദം. മറിയം കാലത്തിന്റെ അടയാളമാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന്റെ 100ാം വാർഷികം സാർവത്രിക സഭയിൽ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളുടെ അർത്ഥവും മഹത്വവും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ, കൂടുതൽ മാനസാന്തരത്തിന്റെയും ആത്മനിറവിന്റെയും ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കൂടുതൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗം ഇടപെടുന്ന സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഇടിമിന്നൽ പോലെ പ്രവഹിക്കുന്ന സമയം ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, രോഗശാന്തികൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ച് ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന അനുഗ്രഹത്തിനായി, കർത്താവ് പകരുന്ന അഭിഷേകത്തിനായി, കർത്താവ് നൽകിയ വിശുദ്ധീകരണത്തിനായി നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് മറിയം സ്വർഗത്തിന്റെ ശബ്ദം. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ.